ലെബനൻ സർക്കാർ ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയെ ഒരുക്കി നിർത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ലെബനൻ സർക്കാരിൻ്റെ അറിവോടെയാണ് ഹിസ്ബുള്ള സിറിയ വഴി ഇറാൻ്റെ സഹായത്തോടു കൂടി അറ്റാക്കിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ഇസ്രയേൽ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവർ ഭീഷണിയുടെ വക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലെബനനെ കയറി ആക്രമിക്കാതെ മറ്റ് വഴികളില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. നമുക്കറിയാം, അമേരിക്ക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് 20ഓളം ഉപാധികൾ മുന്നോട്ട് വെച്ചത് അതേപടി അനുസരിക്കുകയാണ്. തങ്ങൾ വെടിനിർത്തൽ ലംഘിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ലെബനൻ സർക്കാർ. എന്നാൽ അവരുടെ വാക്കുകളൊന്നും ചെവിക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. ഇസ്രായേൽ വീണ്ടും വീണ്ടും പറയുന്നു, ഞങ്ങളെ ആക്രമിക്കാനായി കൃത്യമായി ലെബനൻ സർക്കാർ ഹിസ്ബുള്ളയുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുകയാണെന്നും സിറിയ വഴിയാണ് അതിനുവേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതെന്നും ഇതിൽ ഇറാന്റെ പരിപൂർണമായ സഹായവും ഒത്താശയുമുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിലെ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫലസ്തീനിലെ മാത്രം പ്രശ്നങ്ങളല്ല. ഇസ്രായേലിൽ അവിടെ സമാധാനം കാക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫലസ്തീനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഫലസ്തീനിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ആ രാജ്യത്തെ ആക്രമിക്കും. ഇറാൻ മാത്രമല്ല, ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി സ്രോതസ്സായി നിൽക്കുന്ന റഷ്യ ഉൾപ്പെടെ കൃത്യമായി പറയുന്നു, ഫലസ്തീനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് പലതും ചെയ്യേണ്ടി വരും, കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളത് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രോക്സി സ്റ്റേറ്റായി തന്നെ ഇപ്പോഴും നിലകൊള്ളാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഏതൊക്കെ തരത്തിലായിരിക്കും തിരിച്ചടികൾ വരിക എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ പറ്റുകയുള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു അധിക നാളിനി വാഴില്ല, ഒരുപക്ഷെ ജീവനോടെ കാണാനും സാധ്യത കുറവാണ് എന്ന് ഒരു താക്കീത് രൂപത്തിൽ ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഹമാസ് പറഞ്ഞത്, ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ല, എന്നാൽ ലംഘിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഫലസ്തീനിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെതിരെ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാവുകയുള്ളൂ എന്ന് തീർത്തും അടച്ചു പറഞ്ഞിരിക്കുകയാണ്. ലെബനനെ വീണ്ടും ആക്രമിക്കാനോ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു എന്ന പേരിൽ ലെബനനിൽ വീണ്ടും ആക്രമണ പദ്ധതിയുമായി ഇസ്രായേൽ ഇറങ്ങിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ഇറാനും ഇറാന്റെ എല്ലാ പ്രോക്സി ഗ്രൂപ്പുകളും പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഹൂതി വിമതർ ഉൾപ്പെടുന്നു, ഹമാസിന്റെ ബാക്കിയുള്ള ശക്തി സ്രോതസ്സുകൾ ഉൾപ്പെടുന്നു.